കുറുമാത്തൂർ തേർത്തല തീരദേശ റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരം. മഴ പെയ്യുമ്പോൾ കുഴിയിൽ വെള്ളം കെട്ടിക്കിടന്ന് കാൽനട യാത്രികർക്ക് പോലും കടന്നുപോകാൻ പറ്റാത്ത സ്ഥിതിയാണ്. കുറുമാത്തൂർ ബാബുപ്പറമ്പ് തേർത്തല റോഡ് തകർന്ന് ഗതാഗതം ദുഷ്കരമായി. മഴ പെയ്താൽ റോഡ് കുളം പോലെയാകും. പല സ്ഥലത്തും കുഴികൾ രൂപപ്പെട്ടിട്ടുണ്ട്. ഇതുവഴി കാൽനട യാത്ര പോലും ദുഷ്കരമാണ്. നിരവധി പേർ കുഴിയിൽ വീണ് പരിക്കേൽക്കുകയും ചെയ്തു. തീരദേശ ഫണ്ട് ഉപയോഗിച്ചാണ് 3 വർഷം മുൻപ് ടാറിംഗ് പ്രവൃത്തി പൂർത്തീകരിച്ചത്. 1 വർഷം കഴിയുമ്പോഴേക്കും റോഡ് പൊളിഞ്ഞു. വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഈ ദുരിതക്കയം താണ്ടി വേണം സ്കൂളിലെത്താൻ. തീരദേശ ഫണ്ട് ഉപയോഗിച്ച് 3-4 വർഷങ്ങൾക്ക് മുന്നേ ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കിയ റോഡിൻ്റെ ഇന്നത്തെ അവസ്ഥയാണിത്. ആ ടാറിംഗ് കഴിഞ്ഞ് തൊട്ടടുത്ത വർഷം മുതൽ ഇവിടുത്തെ ജനങ്ങൾ ദുരിതമനുഭവിക്കുകയാണ്. ആ 1 വർഷം കഴിയുമ്പോഴേക്കന്നെ മുഴുവൻ സ്ഥലത്തും പൊട്ടിപ്പൊളിഞ്ഞ് നാശകോശമായി ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വഴി കടന്നു പോകുന്നത് കുറച്ചപ്പുറത്ത് കുറുമാത്തൂർ സൗത്ത് UP സ്കൂൾ, ചെറിയ കുട്ടികൾ കടന്നു പോകുന്ന അംഗനവാടി, അതുപോലെ തന്നെ വളക്കൈ തേർലായി ശ്രീകണ്ഠാപുരം മേഖലയിലേക്കൊക്കെ, അതുപോലെ എയർപോർട്ടിലേക്ക് പറശ്ശിനിക്കട അമ്പലത്തിലേക്കൊക്കെ പോകുന്ന സാധാരണക്കാരായ ജനങ്ങൾ ഉപയോഗിക്കുന്ന വളരെ പ്രാധാന്യമുള്ള ഒരു റോഡാണ്. ഈ റോഡിനോട് വലിയ അവഗണനയാണ് അധികാരികൾ നിരന്തരമായി കാണിക്കുന്നത്. ഇത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ്. ഇപ്പോൾ കാലവർഷം തുടങ്ങിയതോടുകൂടി തീരെ വാഹനങ്ങൾക്ക് നടന്നു പോകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അടിയന്തിരമായി അധികാരികൾ കണ്ണു തുറക്കണം. നിരവധി തവണ റോഡിന്റെ ശോചനീയാവസ്ഥ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും അധികൃതർ വേണ്ട നടപടി സ്വീകരിച്ചില്ലെന്ന് നാട്ടുകാർ പറയുന്നു. ഉടനടി പരിഹാരമുണ്ടായില്ലെങ്കിൽ പ്രതിഷേധം ശക്തമാക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, തളിപ്പറമ്പ്.